യജമാനൻ. സുബ്ഹാനല്ലാഹ്, എത്ര കാരുണ്യവാനായിട്ടുള്ള അല്ലാഹു. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. എത്ര തന്നെ നിങ്ങളോട് അതിക്രമം നിങ്ങളോട് ചെയ്തു പോയാലും അള്ളാന്റെ യജമാന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടല്ലേ എന്ന് നിരന്തരം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യജമാനൻ. അത് നമ്മൾ മനസ്സിലാക്കിയ മറ്റുള്ള എല്ലാ യജമാനന്മാരിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള യജമാനാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ റബ്ബ് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം, അല്ലെങ്കിൽ ആ രക്ഷിതാവ്. അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സുഹൃത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിച്ചതെല്ലാം നൽകും. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം മുമ്പിൽ അള്ളാഹു റബ്ബാണെന്ന് ഉൾക്കൊള്ളണം. അള്ളാഹു റബ്ബാണ്, അതേസമയം എന്റെ നല്ലൊരു സുഹൃത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ്, അതേപോലെ എനിക്കെല്ലാം നൽകുന്നവനാണ്. അപ്പൊ റബ്ബാണെന്നുള്ള സങ്കല്പം ആദ്യം മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്റെ നല്ലൊരു സുഹൃത്തിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അവനോട് കോപിക്കും. പക്ഷെ ഇവിടെ അള്ളാഹുമായിട്ടൊരിക്കലും അദ്ദേഹത്തിന് ഒരു കോപോ ദേഷ്യമോ വരുന്നില്ല. കാരണം അള്ളാഹു സുഹൃത്താണെന്ന് സ്വീകരിക്കുന്നതിനേക്കാൾ മുമ്പ് അള്ളാഹു റബ്ബാണെന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. അള്ളാഹു എന്റെ സുഹൃത്തായതുപോലെ തന്നെ അള്ളാഹു എന്റെ യജമാനൻ കൂടെയാണ്. അപ്പൊ യജമാനോട് ഒരിക്കലും അങ്ങോട്ട് കോപിക്കില്ല. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബാണെന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നൽകിയാൽ ഞാൻ സന്തുഷ്ടനാണ്, നൽകിയിട്ടില്ലെങ്കിലും ഞാൻ സന്തുഷ്ടനാണെന്നുള്ള. സുബ്ഹാനല്ലാഹ്. ആ രൂപത്തിൽ നമ്മുടെ യജമാനായിട്ടുള്ള റബ്ബിന് അവന് നമ്മൾ ജീവിതത്തെ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മുസ്ലിങ്ങളാവുക. അതാണ് ഇസ്ലാം എന്നുള്ള പദത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. അപ്പൊ അവന് ജീവിതത്തെ സമർപ്പിക്കുന്നതോടുകൂടെ മറ്റുള്ള യജമാനന്മാരിൽ നിന്നെല്ലാം, മറ്റുള്ള എല്ലാ അടിമത്വത്തിൽ നിന്നും നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാവാണ്. ഇപ്പൊ ഇന്ന് നമുക്കറിയാം, നമ്മള് അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യമാവാന്ന് പറയുമ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ ചങ്ങലകളും അതേ രൂപത്തിൽ നമ്മൾ മുൻകാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ രൂപത്തിലുള്ള ഒരു അടിമത്വം ലോകത്തില്ല. ആ രൂപത്തിലുള്ള ഒരു അടിമത്വം പ്രത്യക്ഷത്തിൽ ലോകത്ത് എവിടെയും നിലനിൽക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അടിമത്വത്തിന് ഇന്ന് നമ്മൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് പലതിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടിമത്തം എന്താണ് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അതായത് ഇപ്പൊ ചില ആളുകൾ പണത്തിന് അടിമപ്പെട്ട ആളുകളുണ്ട്. പണമാണ് അവനെല്ലാം. ആ പണത്തിന് വേണ്ടി പണം വലിക്കുന്നിടത്തേക്കെല്ലാം പോയി ജീവിതത്തെ പണം എന്നുള്ള ആ ഒരു ചാനലിലൂടെ മാത്രം നോക്കിക്കാണുന്നവൻ അവന് പണത്തിന് അടിമപ്പെട്ടവനാണ്. ചില ആളുകൾ സമൂഹത്തിലുള്ള ചില ട്രെൻഡുകൾക്ക്, ആ ഫാഷൻ അടിമപ്പെട്ട ആളുകൾ, അതേ രൂപത്തിലുള്ള ഒരു വലിയ യുവജനതയെ ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ ചില ആളുകൾ സമൂഹത്തിന്റെ ഇഷ്ടത്തിന്, നമ്മൾ സോഷ്യൽ പ്രഷർ എന്നെല്ലാം പറയേണ്ട ആ ഇഷ്ടത്തിന് അടിമപ്പെട്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. അതിനേക്കാൾ വലിയ, ഏറ്റവും വലിയ ഭീകരമായിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്ന മറ്റൊന്ന് ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ട ആളുകൾ. മനുഷ്യന്റെ ശഹവാത്തുകൾക്ക്, ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ട ആളുകൾ. അതായത് അവന്റെ ശരീരം കൽപ്പിക്കുന്നത് അവന് തോന്നിയതെല്ലാം പ്രവർത്തിക്കുകയും തോന്നിയത് കുടിക്കുകയും തോന്നിയതെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ. അതിലേക്കാണ് ഭൗതികവാദികളെല്ലാം നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട്, അതായത് ദേഹേച്ഛകളെ ഇതേ രൂപത്തിൽ ദേഹേച്ഛകളെ ഇലാഹാക്കിയ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. സൂറത്തുൽ ജാദിയയുടെ 23-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഅൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തന്നിഷ്ടങ്ങളെ ഇലാഹാക്കിയവരെ, അതായത് ശരീരത്തിന്റെ ഇച്ഛകളെ ദൈവിക കൽപ്പനകളെ പോലെ പിന്തുടരുന്ന ആളുകളെ നീ കണ്ടുപോ. ദൈവിക കൽപ്പനകളെ പോലെ, അതായത് പറഞ്ഞു അടിമ ഉടമ ബന്ധം, യജമാനൻ എന്ത് കൽപ്പിച്ചാലും അത് അപ്പടി ചെയ്യപ്പെടുന്ന ഒരു അടിമയെ പോലെ ശരീരം എന്ത് കൽപ്പിക്കുന്നുവോ അത് അപ്പടി അതേ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ നീ കണ്ടുവോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ രൂപത്തിൽ ശരീരം വലിക്കുന്നിടത്തേക്കെല്ലാം നിങ്ങൾ അതേ രൂപത്തിൽ തോന്നിയ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ പിന്നീട് മനുഷ്യനും മൃഗവും തമ്മിലുള്ള മാറ്റം എന്താണ്? തോന്നിയതെല്ലാം ചെയ്ത് ജീവിക്കുന്ന മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എത്ര സത്യം. ഉലൈക കൽ അൻആം ബൽ ഹും ഫീ അളൽ. അവര് മൃഗങ്ങളെ പോലെയാണ്. കാരണം മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ തന്നിഷ്ടം അനുസരിച്ച് മാത്രമാണ് ജീവിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ലോകം നമ്മോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തിച്ചു നോക്കുക, ലോകം അതേ രൂപത്തിൽ മനുഷ്യന്റെ ആ ഭ്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് നമ്മോട് ജസ്റ്റ് ഡു ഇറ്റ്. ഓർമ്മയിൽ വന്നൊരു കാര്യം. അപ്പൊ നമുക്കറിയാം, ചില ബ്രാൻഡ്
ഐറ്റങ്ങളുടെ പരസ്യം തന്നെ, ജസ്റ്റ് ഡു ഇറ്റ്, നിങ്ങളത് ചെയ്യുക. ആ രൂപത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതായത് ആ രൂപത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ മാനസികമായിട്ടുള്ള പുറമേക്ക് ചങ്ങലകളില്ലാത്ത മാനസികമായിട്ടൊരു അടിമത്തത്തിന് നമ്മൾ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ ഏറ്റവും ടെക്നോളജി വികസിച്ച സന്ദർഭത്തിൽ യന്ത്രങ്ങൾക്കുള്ള ഒരു അടിമത്തം, അതായത് ചില ആളുകൾ മൊബൈൽ, നമ്മൾ പറയാം മൊബൈലിന് അടിമപ്പെട്ട് ജീവിക്കുന്നവരെന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ തമാശകൾ അടുത്ത് വായിച്ചൊരു കാര്യം ഓർക്കുന്നത്, ഫിർഔനെ സംബന്ധിച്ചുള്ള ഒരു ലേഖനത്തിൽ അവർ സൂചിപ്പിക്കുന്ന രസകരമായിട്ടുള്ള ഒരു കാര്യം, ഫിർഔൻ യുദബ്ബിഹു അബ്നാഅക്കും വയസ്തഹ്യു നിസാഅക്കും, അക്കാലഘട്ടത്ത് അവിടെയുള്ള മുഴുവൻ ആൺകുട്ടികളെയും ഫിർഔൻ നശിപ്പിച്ചു. കാരണം അവരാരെങ്കിലും തനിക്കെതിരെ നീങ്ങുമോ എന്ന് ഫിർഔൻ ഭയപ്പെട്ടത് കാരണം അക്കാലഘട്ടത്തിൽ ജനിച്ചു വീഴുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും ഫിർഔൻ വധിച്ചു എന്നാണ് അതിനുള്ള ഉത്തരവ് നൽകി. പക്ഷേ അവർ പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു വീക്ഷണം എന്താന്ന് വെച്ചാൽ, ഇക്കാലഘട്ടത്തായിരുന്നു അതെങ്കിൽ അവരെ വധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, മറിച്ച് ആ ജനറേഷന് മുഴുവൻ ഒരു ഐഫോൺ നൽകിയാൽ മതിയായിരുന്നു, വധിക്കാതെ തന്നെ ആ കാര്യം നടക്കുമായിരുന്നു. കാരണം അത്രയും അശ്രദ്ധമായിട്ട് യന്ത്രത്തിന് അടിമപ്പെട്ടാണ് ഒരു പറ്റം യുവാക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് ചിന്തിക്കുന്നത് അവര് സ്വതന്ത്രനാണെന്ന് അവർ ചിന്തിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ സ്വതന്ത്രരാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 100% അവരുടെ ഇഷ്ടപ്രകാരമാണോ അവർ ജീവിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. അവരൊരു പ്രത്യേക വസ്ത്രം ധരിക്കുന്നുണ്ട്, കാരണം അവരൊരു പ്രത്യേക ഫാഷന് അടിമപ്പെട്ടത് കൊണ്ടാണ് ആ വസ്ത്രം ധരിക്കാൻ അവർ നിർബന്ധിതരാവാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു നടന്മാരൊരു പ്രത്യേക വസ്ത്രം ധരിക്കും, പിന്നീട് അത് ഇതേ രൂപത്തിൽ അടിമപ്പെട്ട ഒരു വിഭാഗം അവരതിനെ സ്വീകരിക്കുന്നു, അത് അവസാനം സമൂഹത്തിന്റെ ഒരു ട്രെൻഡായിട്ട് മാറുകയാണ്. ആ സമൂഹത്തിന്റെ ട്രെൻഡായിട്ട് ആ ഫാഷനായിട്ട് മാറുന്ന സന്ദർഭത്തിൽ പിന്നീട് മറ്റുള്ള പലരും അവര് ഈ സോഷ്യൽ പ്രഷർ കാരണം, സമൂഹത്തിന്റെ ആ ഒരു പ്രഷർ കാരണം പിന്നീട് അവരും അത് ധരിക്കാൻ നിർബന്ധമാവാണ്. ആ ഒരു താളത്തിന് നീങ്ങാൻ അവർ നിർബന്ധിതരാകുന്നു. അതിനനുസരിച്ച് നീങ്ങിയിട്ടില്ലെങ്കിൽ അവരെ പഴഞ്ചനായിട്ട് അവർ മുദ്ര കുത്തുകയാണ്. അപ്പൊ സ്വയം ഇഷ്ടത്തിനനുസരിച്ച് സ്വതന്ത്രമായിട്ടെന്നല്ല ഇവരെല്ലാം നീങ്ങുന്നത്, മറിച്ച് അവര് പോലും അറിയാതെ അവരെ അടിമകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. വസ്ത്രം മാത്രമല്ല, നമുക്കറിയാം എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ ഹെയർ സ്റ്റൈൽ പോലും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചല്ല, മറിച്ച് അത് മറ്റൊരാളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുകയാണ്, അതിന് നിർബന്ധിതരാവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് പീർ പ്രഷർ അല്ലെങ്കിൽ സോഷ്യൽ പ്രഷർ, അത്തരത്തിലുള്ള അതിന് വിധേയമാവുകയാണ്. കേൾക്കുന്ന ഗാനം, നടക്കുന്ന രീതി, അതെല്ലാം മറ്റൊരാളിൽ അനുകരിക്കപ്പെടുകയാണ്. അതായത് സ്വതന്ത്രമായിട്ട് അവർ ഇഷ്ടപ്പെടുന്നതല്ല എന്നുള്ളതാണ്. ഇപ്പൊ സ്വയമല്ല, മറ്റുള്ള ആളുകൾക്കനുസരിച്ച് അവനെ മാറ്റാൻ നിർബന്ധിതനാവുകയാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ആ സ്വാതന്ത്ര്യം അവര് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നീ ആസ്വദിക്കുന്നില്ല, മറിച്ച് നീ പലതിനും അടിമപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. നീ പോലും അറിയാതെ നിന്നെ ഓരോ വസ്തുക്കൾക്ക് അടിമപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക പ്രൊഡക്റ്റിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ആ വസ്തു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പോലും അറിയാതെ അവര് അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണ്. അതല്ലാതെ നിങ്ങളുടെ സ്വതന്ത്രമായി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല. ഇപ്പൊ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് പറയാറുണ്ട്, മാർക്കറ്റിങ് ഏറ്റവും, അതായത് നമ്മളിൽ ആവശ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യങ്ങൾ ഉണ്ടാക്കുക, ക്രിയേറ്റിംഗ് നീഡാണ്, അതാണ് മാർക്കറ്റിംഗ്. നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുക, അതാണ് അവർ പറയാറുള്ളത്. അപ്പം രസകരമായിട്ടൊരു കാര്യം വായിച്ചു തോർക്കുന്നത്, പഴയ കാലത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങും. അങ്ങനെ ആയിരുന്നു പഴയ കാലത്ത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു കാര്യം ആവശ്യമുള്ളത് കൊണ്ടല്ല നമ്മൾ പോകുന്നത്, മറിച്ച് ഒരു കാര്യം ആവശ്യം വരുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മുൻകൂട്ടി ആ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ ഇന്ന് വാങ്ങിച്ചു കൂട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഏറ്റവും ആ പ്രദേശത്തുള്ള ആളുകൾ ഏറ്റവും ആവശ്യപ്പെടുന്ന സാധനം, ഇപ്പൊ ഉദാഹരണത്തിന് പാലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവര് ഏറ്റവും അവസാനത്തെ, അതായത് ആ റാക്കിന്റെ അവസാനമായിരിക്കും കൊണ്ടുവെക്കുക. ആ സാധനം എടുക്കാൻ വേണ്ടി നീ ആ ഫ്ലോറിലൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ആ സാധനത്തിന് അടുത്ത് എത്തുന്നതിന് മുമ്പ് നിന്റെ ട്രോളിയിലേക്ക് നിനക്ക് ആവശ്യമില്ലാത്ത 4 or 5 സാധനങ്ങൾ നിന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ചിരിക്കണം. അതാണ് അവരുടെ തന്ത്രം. അതിനു വേണ്ടിയിട്ടാണ് അതിനനുസരിച്ചാണ് അവിടെയുള്ള റാക്കുകൾ പോലും ക്രമീകരിക്കുന്നത്.
അവിടെയുള്ള പരസ്യങ്ങൾ, ഫ്ലോർ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഇതേ രൂപത്തിലുള്ള നിരവധി പരസ്യങ്ങൾ കൊടുത്ത് നിന്നിലേക്ക് നിന്റെ ആവശ്യം, നിനക്ക് ആവശ്യമില്ലാത്തത് നിന്നിലേക്ക് അവർ അടിച്ചേൽപ്പിക്കുകയാണ്. അതാണ് ഇപ്പൊ നമുക്കറിയാം, മാർക്കറ്റിംഗിൽ ഇന്ന് ന്യൂറോ മാർക്കറ്റിംഗ് എന്നറിയപ്പെടുന്ന ഒരു ശാഖ തന്നെ മാർക്കറ്റിംഗിലുണ്ട്. അതായത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ ശ്രദ്ധിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ തലച്ചോറിലേക്ക് നമ്മൾ പോലും അറിയാതെ ഓരോ ബ്രാൻഡുകൾ അവർ ഇഞ്ചക്ട് ചെയ്യാൻ, എന്നിട്ട് നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുകയാണ്. അപ്പൊ അതേ രൂപത്തിലാണ്, അതിനനുസരിച്ചാണ് പരസ്യങ്ങൾ പോലും ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ സ്വാധീനം, അതായത് നമ്മൾ പോലും ആവശ്യമില്ലാത്ത സാധനങ്ങളെ കൊണ്ട് നമ്മൾ വാങ്ങിപ്പിക്കാൻ. പരസ്യത്തിന്റെ സ്വാധീനം പറയുമ്പോൾ ഓർക്കുന്നത്, ഇപ്പോൾ ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട ബ്രാൻഡിങ്ങിന്റെ എല്ലാം എഫക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാറുള്ള ഒരു ഉദാഹരണം, അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ലോകത്ത് വെറുക്കപ്പെട്ട ജീവി ഏതാണെന്ന് ഒരു സർവേ നടത്തിയ സന്ദർഭത്തിൽ 85% ആളുകളും അവർ മറുപടി എഴുതിയത് എലിയാണ്, മൈസാണ്. അതായത് എലിയാണ് ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട ജീവി. അത്രയേറെ നിരവധി പകർച്ചവ്യാധികളെല്ലാം പെരുത്തുന്ന ഒരു ജീവിയാണ് എലി. ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ജീവിയാണ് ആനിമൽ. വിച്ച് ആനിമൽ യു ഹേറ്റ് മോസ്റ്റ്, അതായിരുന്നു ചോദ്യം. പക്ഷേ ഇത്രയേറെ ലോകത്ത് വെറുക്കപ്പെട്ട ആ എലിയാണ് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കഥാപാത്രങ്ങൾ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോ. അതായത് മിക്കി മൗസും ടോം ആൻഡ് ജെറി എല്ലാം അതേ വെറുക്കപ്പെട്ട എലിയെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് മാറാൻ അതിന് സാധിച്ചു. അവിടെയാണ് ബ്രാൻഡിങ്ങിന്റെ എല്ലാം പ്രസക്തി കടന്നു വരുന്നത്. ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പോലും അറിയാതെ നമ്മൾ സ്വതന്ത്രമായിട്ടല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, നമ്മളെ കൊണ്ട് മറ്റുള്ള ആളുകൾ തിരഞ്ഞെടുപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ പോലും അറിയാതെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ iPhone 6 ഉപയോഗിക്കുന്ന ഒരാൾക്ക് iPhone 7 മാർക്കറ്റിൽ വരുന്നതോടുകൂടെ തന്റെ കയ്യിലുള്ള iPhone 6 ഒന്നിനും കൊള്ളാത്തതായിട്ട്, അല്ലെങ്കിൽ അത് അത്ര മോശമായിട്ട് അവന് തോന്നലുണ്ടാക്കുകയാണ്. ആ തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലുള്ള പരസ്യമായിരിക്കും പുതിയ ബ്രാൻഡിന് അവർ നൽകുക. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ആ ഓൾറെഡി കയ്യിലുള്ള പ്രൊഡക്റ്റ് വെച്ച് നടക്കും. പക്ഷേ അത് നമ്മൾ ഉണ്ടായിട്ട് അത് വീണ്ടും വിറ്റിട്ട് നമ്മൾ ആ പുതിയ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങാൻ, അത് നമുക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല, മറിച്ച് അത് നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ സ്വതന്ത്രമായിട്ടല്ല വാങ്ങുന്നത്, മറിച്ച് നമ്മളെ കൊണ്ട് മറ്റുള്ള ആളുകൾ വാങ്ങിപ്പിക്കണം. അല്ലെങ്കിൽ നാം മറ്റുള്ള ആളുകൾക്ക് അത് വേണ്ടി വാങ്ങാൻ, അല്ലെങ്കിൽ അവരുടെ കമന്റിന്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാങ്ങാൻ നമ്മൾ നിർബന്ധിതമാകാൻ. വി ബൈ തിങ് വി ഡോണ്ട് നീഡ് വിത്ത് മണി വി ഡോണ്ട് ഹാവ് ടു ഇംപ്രസ് പീപ്പിൾ വി ഡോണ്ട് ലൈക്ക്. അതാണ് പറയാറുള്ളത്. വി ബൈ തിങ് വി ഡോണ്ട് നീഡ്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങള്, നമ്മുടെ കയ്യിലില്ലാത്ത പണം കൊണ്ട്, അതായത് ക്രെഡിറ്റ് കാർഡ്, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാത്തവരുടെ ഇംപ്രസ് അല്ലെങ്കിൽ അവരെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മൾ നിരവധി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. അങ്ങനെ വാങ്ങിക്കൂട്ടിയാൽ മാത്രമേ നീ ആ സമൂഹത്തിൽ ഫിറ്റ് ആകൂ എന്നുള്ളത്. മറ്റുള്ള ആളുകൾ എന്നെക്കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെയാണ് ധാർമ്മികതയുടെ കാര്യം നമ്മൾ എടുത്തു പരിശോധിച്ചാലും, ഇന്നലകളിൽ നമ്മൾ പാപമായി കണ്ട പലതും ഇന്ന് അഭിമാനത്തോടു കൂടെ സമൂഹം സ്വീകരിച്ചിരിക്കുകയാണ്. ധാർമ്മികതയുടെ സ്റ്റാൻഡേർഡ്, ആ ഒരു സ്റ്റാൻഡേർഡ് കാലങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് മാറി മാറി വരാൻ, ആ മാറ്റത്തിനനുസരിച്ച് സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളും അതിനനുസരിച്ച് അവരുടെ കാഴ്ചപ്പാടുകളും മാറ്റാൻ അവർ നിർബന്ധിതരാവാൻ, ആ സമൂഹത്തിന്റെ സ്റ്റാൻഡേർഡ് അവർ പിന്തുടരാൻ നിർബന്ധിതരാവാണ്. അതായത് ആ രൂപത്തിലുള്ള ഒരു പ്രഷർ അവർക്ക് നൽകാൻ. അതല്ലെങ്കിൽ നമ്മൾ പഴഞ്ചനായിട്ട് സമൂഹം മുദ്ര കുത്തുകയാണ്. അപ്പൊ കറുപ്പ് മോശമാണെന്ന് നിന്നെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ വെളുക്കാനുള്ള ക്രീം അവർക്ക് ചെലവാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ കറുപ്പ് എന്നുള്ളത് സമൂഹത്തിൽ മോശമായിട്ടൊരു ഇംപ്രഷൻ സമൂഹത്തിൽ വരുത്തി തീർക്കണം എന്നുള്ള. അപ്പൊ പഴയ കാലത്ത് നമുക്കറിയാം, വസ്ത്രം ധരിക്കുന്നത്, നന്നായിട്ട് വസ്ത്രം ധരിക്കുന്നത് മാന്യതയാണ്. അതായത് നിങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരഭാഗങ്ങൾ അവര് മറച്ചു വെക്കുന്നതായിരുന്നു മാന്യത എന്നുള്ളത്. ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുന്ന സന്ദർഭത്തിൽ അക്കാലഘട്ടത്തിൽ സമൂഹം വെറുക്കപ്പെട്ട, തെറ്റായിട്ട് ഗണിക്കപ്പെട്ട പലതും ഇന്ന് സമൂഹം ആഘോഷിക്കപ്പെടുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾക്കറിയാം, പുതിയതായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള നിയമങ്ങൾ, വിവാഹേതര ലൈംഗിക ബന്ധം, സ്വവർഗരതി, ലെസ്ബിയനിസം, ഇതെല്ലാം നിയമവിധേയമാക്കപ്പെട്ട സന്ദർഭത്തിൽ ആഘോഷിക്കപ്പെടുന്ന ചില ആളുകളെ നമ്മൾ കാണുകയുണ്ടായി, ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ. അതിനനുസരിച്ച് അതിനെ പിന്തുണക്കുന്ന ഒരു വലിയ വിഭാഗം സമൂഹത്തിൽ നമ്മൾ കാണപ്പെടുകയാണ്. കാരണം ആ സമൂഹത്തിന്റെ ഒഴുക്കിനനുസരിച്ച് അവരുടെ ആ സ്റ്റാൻഡേർഡ് അവർ മാറ്റാൻ നിർബന്ധിതനാവണം. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ തുടക്കത്തിൽ വെച്ച ആയത്ത് പ്രസക്തമാക്കുന്നത്. ഇന്നല്ലദീന ഖാലു
റബ്ബുനല്ലാ, അള്ളാഹു ആണ് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ യജമാനൻ എന്ന് പ്രഖ്യാപിച്ചവന്റെ പ്രസക്തി കടന്നു വരുന്നത്. സമൂഹം എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമേ അല്ല. മറിച്ച് അള്ളാന്റെ അടിമയാണ് എന്റെ സൃഷ്ടാവ്. എനിക്ക് വെള്ളവും വളവും എല്ലാം നൽകി എന്നെ സംരക്ഷിക്കുന്ന എന്റെ പരിപാലകനായിട്ടുള്ള അള്ളാഹുവിന്റെ അടിമയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അവനാണ് എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനോ അല്ലെങ്കിൽ ഫാഷനോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ട്രെൻഡിനോ സമൂഹത്തിന്റെ ആ പ്രഷറിനോ ഒന്നും അടിമപ്പെട്ടല്ല ഞാൻ ജീവിക്കുന്നത്. മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് എന്റെ രക്ഷിതാവിന്റെ, എന്റെ യജമാനനായിട്ടുള്ള അള്ളാഹുവിന്റെ തൃപ്തി മാത്രം തേടിക്കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ ധാർമ്മികതയുടെ സ്കെയില്, സമൂഹത്തിലുള്ള സ്റ്റാൻഡേർഡ് എത്ര തന്നെ മാറിയാലും എന്റെ നാഥൻ എന്നെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന, അലാ യഅലമു മൻ ഖലഖ്, എന്നെ കൃത്യമായിട്ട് അറിയാവുന്ന എന്റെ നാഥൻ എനിക്ക് നൽകിയ ആ ധാർമ്മികതയുടെ സ്റ്റാൻഡേർഡ് അതായിരിക്കും ഞാൻ പിന്തുടരുക. സമൂഹം എന്നെ എത്ര പഴഞ്ചനെന്ന് മുദ്ര കുത്തിയാലും ഞാൻ അതിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല. ലോകം മുഴുവൻ എന്നെ എങ്ങനെ കണ്ടാലും എനിക്ക് പ്രശ്നമില്ല. മറിച്ച് എന്റെ യജമാനൻ എന്നെ എങ്ങനെ നോക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. മറ്റുള്ള ആളുകൾ എന്നെ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. മറിച്ച് എന്റെ നാഥൻ, എന്റെ റബ്ബ് എന്നെ എങ്ങനെ കാണുന്നു, അവൻ എന്നിൽ തൃപ്തനാണോ എന്നുള്ളത് മാത്രമായിരിക്കും അത്തരം ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക. കാരണം അവനാണ് എനിക്ക് വലുത്, അവനാണ് എനിക്ക് ജീവൻ നൽകിയത്. സുബ്ഹാനല്ലാഹ്, ഇതാണ് ആ പ്രഖ്യാപനം. റബ്ബുനല്ലാഹ് എന്നുള്ള ആ പ്രയോഗം, അത് നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു അഭിമാന ബോധം നമുക്ക് വരുമെന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വല്ലാത്തൊരു അഭിമാനം ഉണ്ടാവും. കാരണം എനിക്ക് ജീവൻ നൽകിയ ആ സൃഷ്ടാവിന്റെ മുമ്പിൽ എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കാൻ. അതേ സന്ദർഭത്തിൽ മറ്റുള്ള ആളുകൾ, അത് ഉൾക്കൊള്ളാത്ത ആളുകളെ സംബന്ധിച്ച് നമുക്ക് സഹതാപം വരുമെന്ന. പലപ്പോഴും അത് നേരെ തിരിച്ചാണ് പലപ്പോഴും അത് വരാറുള്ളത്. ഇപ്പൊ നിങ്ങൾ പർദ്ദ ധരിച്ച് മറ്റുള്ള ആളുകൾ നിങ്ങൾ ആക്ഷേപിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അതല്ല നിങ്ങൾക്ക് വരേണ്ടത്. മറിച്ച് ഒരു സുപ്പീരിയോറിറ്റി, നിങ്ങൾ ആത്മാഭിമാനാണ് നിങ്ങൾക്ക് അതേ രൂപത്തിൽ പരിഹസിക്കപ്പെടുന്ന സന്ദർഭത്തിൽ വരേണ്ടത്. കാരണം ഞാൻ അഭിമാനത്തോടു കൂടെ പർദ്ദ ധരിക്കും. മറ്റുള്ള ആളുകളെ നോക്കി നിങ്ങളാണ് സഹതപിക്കേണ്ടത്. കാരണം അത്തരം ആളുകൾ മറ്റുള്ള ആർക്കോ വേണ്ടി മറ്റുള്ള എന്തോ ഫാഷനോ അടിമപ്പെട്ട് അവര് വസ്ത്രം ധരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ അതേ സന്ദർഭത്തിൽ അത്തരം ആളുകളുടെ തൃപ്തിയിൽ നിന്നെല്ലാം, അതിൽ നിന്നെല്ലാം മാറി നിന്ന് എന്റെ സൃഷ്ടാവ് എനിക്ക് ജീവൻ നൽകിയ എന്റെ രക്ഷിതാവിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ വസ്ത്രം ധരിക്കുന്നു. ആരാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളവൻ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഏറ്റവും മഹത്തരം എന്നുള്ള ബോധം റബ്ബുനല്ലാഹ് ഉൾക്കൊണ്ട ഒരാളുടെ മനസ്സിലുണ്ടാകും എന്നുള്ളതാണ്. സാന്ദർഭികമായിട്ട് ഓർക്കുന്നത്, ഫ്രാൻസിൽ ഒരല്പം മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പല ആളുകളും വായിച്ചിട്ടുണ്ടാകും, ഫ്രാൻസിൽ ഇതേ രൂപത്തിൽ ശിരോവസ്ത്രം അവിടെ നിയമ വിരുദ്ധമായിട്ട് അവർ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ ഒരല്പം വർഷങ്ങൾക്ക് മുമ്പ്, ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ 16 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി, സുന്ന ദുജാനി എന്നറിയപ്പെടുന്ന ആ കുട്ടിയുടെ പ്രവൃത്തി, സുബ്ഹാനല്ലാഹ്, വളരെയധികം നമ്മളെ കോരിത്തരിപ്പിക്കുന്ന സംഭവം. പർദ്ദ ഇട്ടുകൊണ്ട് ക്ലാസ്സിൽ വരരുതെന്ന് അവർ സ്കൂളിൽ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ ആ കുട്ടി ശരീരത്തിൽ ആ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ മുഴുവൻ തലയിലെ മുടി മുഴുവൻ മൊട്ടയടിച്ച് അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് വന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പത്രക്കാർ മുഴുവൻ ആ കുട്ടിയെ കാത്തു നിൽക്കുകയാണ്. സ്ത്രീ ആ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സന്ദർഭത്തിൽ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി അവർ കാത്തു നിൽക്കുക. ആ ദിവസം മുഴുവൻ ആ കുട്ടി പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നു. അവസാനം സ്കൂളിൽ നിന്ന് ആ കുട്ടി പുറത്തു വന്ന സന്ദർഭത്തിൽ അവര് മൈക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ആ കുട്ടിയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ രൂപത്തിൽ ചെയ്യാനുള്ള കാരണം? ഇതുകൊണ്ട് നിങ്ങൾ ഇത്രയേറെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ? അപ്പൊ ആ കുട്ടി പറഞ്ഞ മനോഹരമായിട്ടുള്ള, നമ്മളെല്ലാം ചിന്തിപ്പിക്കേണ്ട മറുപടി, ആ കുട്ടി പറഞ്ഞത്, സൃഷ്ടികളുടെ മുമ്പിൽ സൗന്ദര്യം ഇല്ലാതിരിക്കലാണ്, അല്ലെങ്കിൽ സൗന്ദര്യം വെളിപ്പെടുത്താതിരിക്കലാണ് സൃഷ്ടാവിന്റെ മുമ്പിലുള്ള സൗന്ദര്യമെങ്കിൽ ഞാൻ ചെയ്ത ഈ പ്രവൃത്തിയെ ഐ വാല്യൂ ഇറ്റ്, ഞാൻ അതിന് വില കൽപ്പിക്കുന്നെന്ന് പറഞ്ഞ് അവര് നൽകിയ ആ മയക്ക് അവിടെ ഇട്ടുകൊണ്ട് ആ ചെറിയ കുട്ടി നടന്നുപോയി എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ റബ്ബുനല്ലാഹ് എന്നുള്ളത് ഉൾക്കൊണ്ട ഒരാൾക്ക് മാത്രം ആ രൂപത്തിൽ ചിന്തിക്കുക. അതായത് മറ്റുള്ള ആളുകൾ എന്നെ എങ്ങനെ കണ്ടാലും അള്ളാഹു എന്നെ എങ്ങനെ കാണുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് നിങ്ങളെയല്ല പരിഹസിക്കേണ്ടത്, മറിച്ച് അവരാണ് യഥാർത്ഥത്തിൽ പരിഹാസ കഥാപാത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങൾ ന്യായീകരിക്കേണ്ടതില്ല. കാരണം
നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അവർക്ക് അതില്ല. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇതേ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നു, മുടി ചെയ്യുന്നു, ഇതിനൊന്നും വളരെ കൃത്യമായിട്ടൊരു മറുപടി, നിന്നെപ്പോലെ മനോഹരമായിട്ടുള്ള മറുപടി അവരുടെ കയ്യിലില്ല. അവർ മറ്റാർക്കോ വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ സന്ദർഭത്തിൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ജീവൻ നൽകിയ അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ജീവിക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം. ഇതിന്റെ സ്റ്റാൻഡേർഡുകൾ എന്നും ഒരേ രൂപത്തിലുള്ളതാണ്. അവര് നിരവധി യജമാനന്മാർക്ക് വേണ്ടി അവരുടെ സ്റ്റാൻഡേർഡുകൾ അവര് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അവര് നിരവധി കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ നീ യജമാനന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് അവന്റെ അടിമയായി അഭിമാനത്തോടുകൂടെ നീ ജീവിക്കുകയാണ്. മഹാനായ രബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഖാദിസിയ യുദ്ധത്തിന് തൊട്ട് മുമ്പ്, ഖാദിസിയ യുദ്ധത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള യുദ്ധം, ഖാദിസിയ യുദ്ധത്തിന് മുമ്പ് ഇസ്ലാമിക സൈന്യാധിപനായിരുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന റുസ്തം, ആ റുസ്തത്തിന്റെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി പ്രമുഖ സഹാബി രബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. ആ സന്ദർഭത്തിൽ പേർഷ്യൻ ചക്രവർത്തി റുസ്തം അദ്ദേഹം രബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, എന്തിനാണ് നിങ്ങൾ ഈ യുദ്ധത്തിന് വേണ്ടി ഇവിടെ വന്നത്? ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള, നമുക്കറിയാം സ്വർണ്ണ ലിപികളിൽ കുത്തിവെക്കേണ്ട ചില മനോഹരമായിട്ടുള്ള മറുപടി അദ്ദേഹം നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം അദ്ദേഹം പറഞ്ഞത്, ലിനുഖ്രിജൽ ഇബാദ് മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. അദ്ദേഹം പറഞ്ഞ മനോഹരമായിട്ടുള്ള വചനം, നിരവധി അടിമകളുടെ അടിമത്തത്തിൽ നിന്നും ദൈവത്തിന്റെ അടിമത്തത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. നിരവധി അടിമകളുടെ അടിമയായിട്ട് ജീവിക്കുന്നതിന് പകരം ദൈവത്തിന് അടിമപ്പെട്ട് ജീവിക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ലിനുഖ്രിജൽ ഇബാദ് മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിരവധി ആളുകൾക്ക് അല്ലെങ്കിൽ നിരവധി വസ്തുക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഏകനായിട്ട് നമ്മുടെ സൃഷ്ടാവിന്റെ ആ ആജ്ഞ കേട്ട് അവന് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ്. അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലും അവിടെയും ആ ജയിലിൽ, നമുക്കറിയാം ജയിലിൽ ഉണ്ടായിരുന്ന രണ്ട് അടിമകളോട് അദ്ദേഹം സംസാരിച്ച മനോഹരമായിട്ടുള്ള സംസാരം, അവരെ ഉണർത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം, അർബാബും മുത്തഫർരിഖൂന ഖൈറും അമില്ലാഹിൽ വാഹിദുൽ ഖഹാർ, വ്യത്യസ്ത യജമാനന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കലാണോ അതോ ഏകനായ സർവാധികാരിയായിട്ടുള്ള ഒരൊറ്റ അള്ളാഹുവിന് വേണ്ടി കീഴ്പ്പെട്ട് ജീവിക്കുന്നതാണോ ഉത്തമം? അതാണ് അവരോട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. ഒരാൾക്ക് നിരവധി യജമാനന്മാരുണ്ടാകുമ്പോൾ ഓരോ യജമാനന്മാരും വ്യത്യസ്ത കാര്യങ്ങൾ കൽപ്പിക്കും, അതിനനുസരിച്ച് അവർ നീങ്ങേണ്ടി വരും. പക്ഷെ അതേ സന്ദർഭത്തിൽ ഒരൊറ്റ യജമാന്റെ കീഴിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അതല്ലേ നിങ്ങൾക്ക് എളുപ്പമെന്ന് അവരുടെ ബുദ്ധിയെ തട്ടി ഉണർത്തിക്കൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് ചോദിക്കുന്ന ആ ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ റബ്ബായിട്ട് യജമാനായിട്ട് സ്വീകരിക്കുന്നതോടുകൂടെ മറ്റെല്ലാ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനാവുകയാണ് നീ ചെയ്യുന്നത്. മറിച്ച് മറ്റുള്ള ആളുകളെല്ലാം നിരവധി കാര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെല്ലാം ഒരൊഴുക്കിൽ ഒരു പൊങ്ങതടി പോകുന്നത് പോലെ അവരിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ നീ അതേ രൂപത്തിൽ ഒഴുക്കിനനുസരിച്ചുകൊണ്ട് നീ നീങ്ങേണ്ടവനല്ല, മറിച്ച് ശക്തമായിട്ടൊരു വേര് അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കലിമത്ത് തൗഹീദിനെ സംബന്ധിച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഷജറത്തുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല കലിമത്തുൻ ഷജറത്തുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത് ഏറ്റവും ശക്തമായിട്ടുള്ള വേരുകൾ, അസ്ലുഹാ സാബിത്തും വഫർഉഹാ ഫിസ്സമാ, ഏറ്റവും അടിയുറച്ച വേരുകളുള്ള ആ മഹത്തായ പ്രഖ്യാപനം ഉൾക്കൊണ്ടവനാണ്. അതുകൊണ്ട് തന്നെ നീ ഏറ്റവും ശക്തമായിട്ടായിരിക്കും നീ നിലകൊള്ളുക എന്നുള്ളതാണ്. അപ്പൊ സമൂഹം ഏത് ദിശയിൽ ഒഴുകിയാലും നാം അതിന് എതിർ ദിശയിൽ ഒഴുകാനുള്ള ശക്തി ഈ റബ്ബുനല്ല എന്നുള്ള പ്രഖ്യാപനം നമുക്ക് നൽകുമെന്നുള്ളതാണ്. ഒഴുക്കിനെതിരെ നീങ്ങാനുള്ള ശക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബുനല്ല ഉൾക്കൊണ്ട ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. അതാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, പിന്നീട് അതനുസരിച്ച് ജീവിക്കുക. അത് കേവലം പ്രഖ്യാപിക്കല്ല, മറിച്ച്
ജീവിതത്തിലേക്ക് അത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ ഇസ്തഖാമു, നമുക്കറിയാം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അവിടെ നമ്മൾ ചോദിക്കുന്ന കാര്യമാണത് ഫാത്തിഹയിൽ. ആ ഇസ്തിഖാമത്ത് അല്ലെങ്കിൽ ആ സുമ്മ ഇസ്തഖാമു, അതായത് നേരായ പാതയിൽ ആ പ്രഖ്യാപനം ഉൾക്കൊണ്ടതിന് ശേഷം നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അവർക്ക് മലക്കുകളെ വിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കരുത്ത് നൽകും. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു, അവർക്ക് ഏത് സന്ദർഭത്തിലും അവർക്ക് സമൂഹം അവരെ ഭീഷണിപ്പെടുത്തിയാലും അല്ലാ തഖാഫു വലാ തഹ്സനു, അവർക്ക് മലക്കുകൾ അവർക്ക് ആശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിന് ശാന്തിയും നിർഭയത്വവും സക്കീനത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക എന്നുള്ളതാണ്. സൂറത്ത് മുഹമ്മദിലും നമുക്കറിയാം ഏറ്റവും പ്രവാചക ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റവും പ്രവാചക ജീവിതത്തിൽ അങ്ങേയറ്റം വിഷമുണ്ടാക്കിയ ഹുദൈബിയ സന്ധി. ആ ഹുദൈബിയ സന്ധിയിൽ മുസ്ലിങ്ങളെല്ലാം മാനസികമായി തകർന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസല സക്കീനത, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിലേക്ക് സക്കീനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയെന്നാണ് പറയുന്നത്. അപ്പം സമൂഹം എത്ര തന്നെ നിങ്ങളെ പഠിച്ചാലും നിങ്ങൾക്ക് നേരായ രൂപത്തിൽ നിലനിൽക്കാനുള്ള ആ ഒരു ശക്തി, ആ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. നമുക്കറിയാം നഹ്നു ഔലിയാഅക്കും ഫിദ്ദുനിയ വൽ ആഖിറ, അടുത്ത ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മലക്കുകൾ അവരോട് പറയും നഹ്നു ഔലിയാഅക്കും, നിങ്ങളുടെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ, ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും മലക്കുകൾ നമ്മോടൊപ്പം സഹായത്തിനുണ്ടാകും എന്നുള്ളത്. അപ്പൊ ആ സമൂഹം മുഴുവൻ നിങ്ങൾ ആക്ഷേപിക്കുന്ന സന്ദർഭത്തിലും എത്ര ന്യൂനപക്ഷമാണെങ്കിലും നഹ്നു ഔലിയാഅക്കും ഫിദ്ദുനിയ, ആ ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷത്തെ മറികടക്കാനുള്ള ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന നിങ്ങൾക്ക് നൽകും. ബദറിൽ നമ്മളത് കണ്ടു. അതേ രൂപത്തിൽ ആ ബദറിൽ തീരുന്നതല്ല, മറിച്ച് ലോകാവസാനം വരെയുള്ള ഈ രൂപത്തിൽ നിലകൊണ്ട ആളുകൾക്ക് മുഴുവൻ ആ രൂപത്തിൽ നിലകൊള്ളാനുള്ള ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. നഹ്നു ഔലിയാഉക്കും ഫിദ്ദുനിയ വൽ ആഖിറ. അതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിലും നമ്മൾ കണ്ടു, അതേ രൂപത്തിൽ സമൂഹത്തിലുള്ള ആ തോന്നിവാസത്തിന് എതിർ ദിശയിൽ ഒഴുകിയ ആ ചെറുപ്പക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ വറബത്ന അലാ ഖുലൂബിഹിം, അവരുടെ ഖൽബിന് ഞാൻ റബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുത്ത് നൽകി എന്നുള്ളതാണ്. അതേ രൂപത്തിൽ അള്ളാഹുവിനെ, അതായത് റബ്ബുനല്ലാഹ് ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നതോടുകൂടെ യഥാർത്ഥത്തിൽ ജീവിതം പ്രയാസമാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ ജീവിതം ഏറ്റവും എളുപ്പമായിട്ട് മാറും എന്നുള്ളത്. പ്രയാസരഹിതമായിട്ടുള്ള ജീവിതം നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൽപ്പനകളെല്ലാം നമുക്ക് നൽകുന്നത്. അതല്ലാതെ മതം ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടാക്കുകയില്ല. ബുദ്ധിമുട്ടായിട്ട് ഒരാൾക്ക് മതം തോന്നുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള മതം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹിനെ ഉൾക്കൊള്ളാതെയാണ് അദ്ദേഹം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നൽകിയത്. സൂറത്തു നിസാ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാ 4-ാമത്തെ അധ്യായം, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നിങ്ങൾക്ക് യുഖഫിഫ അൻകും, നിങ്ങൾക്ക് എളുപ്പം നൽകുക എന്നുള്ളതാ. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നൽകുന്നത്. ചിന്തിച്ചു നോക്കാം, സൂറത്ത് നിസാ ഏറ്റവും കൂടുതൽ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ആ സൂറത്താണ്. അതിനിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ പഠിപ്പിക്കുന്നതിനിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾക്ക് എളുപ്പം നൽകാനാണ് എന്റെ ഉദ്ദേശം, അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, നിങ്ങൾക്ക് എളുപ്പം നൽകാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഈ രൂപത്തിൽ അള്ളാഹുവിന് ജീവിതം നൽകിയവന് നീ ജീവിതത്തെ സമർപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ, അവന്റെ യജമാനനെ അവനെ ഉൾക്കൊണ്ടുകൊണ്ട് അടിമയായിട്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ എളുപ്പം വന്നു ചേരുകയാണ്. നിങ്ങൾ ആ ജീവിതം ആസ്വദിക്കുന്നു, അതേപോലെ തന്നെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചിന്തിക്കുക സഹോദരങ്ങളെ, അവസാനമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു ത്യാഗം നമുക്ക് സഹിക്കാൻ കഴിയുമ്പോൾ അത് വല്ലാത്തൊരു ആത്മനിർവൃതിയാണ് നമുക്ക് നൽകുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്ത ഒരു മനുഷ്യൻ ജീവിതത്തിലുടനീളം ഉപകാരം ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നിരവധി ത്യാഗങ്ങൾ സഹിച്ച ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സന്ദർഭത്തിൽ വല്ലാത്തൊരു മനസ്സമാധാനം നമുക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ഓരോ ശ്വാസവും ഈ ഭൂമിയിലുള്ള എല്ലാം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകിയത്. ആ അള്ളാഹുവിന് വേണ്ടി നമ്മൾ തിരിച്ച് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ
എത്രത്തോളം വലിയ മാനസികമായിട്ടുള്ള സംതൃപ്തിയായിരിക്കും നമുക്ക് ലഭിക്കുക. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മാനസിക സംതൃപ്തി ലഭിക്കൂ എന്നുള്ളതാണ്. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും അതേ താളത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആതിർ റഹ്മാനി അബ്ദ, ലോകത്തുള്ള സർവ്വതും അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഒരേ താളത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ താളം തെറ്റിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. ആ സന്ദർഭത്തിൽ നിങ്ങളും അതേ താളക്രമത്തിലേക്ക് നിങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അതേ താളത്തിലേക്ക് നീ എത്തുന്നതോടുകൂടെ യഥാർത്ഥത്തിലുള്ള മാനസികമായിട്ടുള്ള സംതൃപ്തി, മനസ്സമാധാനം നിങ്ങൾക്ക് ലഭിക്കാം. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. നിന്റെ സൃഷ്ടിച്ചവനായിട്ടുള്ള അള്ളാഹുവിന് നീ ജീവിതത്തെ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള സമാധാനം, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ, അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ആ സംതൃപ്തി, ജീവിത സംതൃപ്തി നിനക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അവസാനമായിട്ട് മനോഹരമായിട്ട് വായിക്കപ്പെട്ട ഒരു കോട്ട് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു മനോഹരമായിട്ടുള്ള ഒരു വചനം അവർ സൂചിപ്പിക്കുന്നത്, നിന്റെ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ആ ജീവിതം നീ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നീ തിരിച്ചു നൽകുന്ന ഗിഫ്റ്റ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് തൃപ്തിപ്പെട്ട രൂപത്തിൽ ആ ജീവിക്കുവാനും അവന് ആ ജീവിതത്തെ സമ്പൂർണമായിട്ട് സമർപ്പിക്കാനും അതേ രൂപത്തിൽ ഏറ്റവും നല്ല അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാനായിട്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.